Good morning, students. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് നമ്മൾ ടൈം റിവേഴ്സൽ ടെസ്റ്റും പഠിച്ചു, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും പഠിച്ചു. ഇനിയുള്ളത് സർക്കുലർ ടെസ്റ്റാണ്. ദിസ് ഇസ് നിയർലി an extension of time reversal test. According to this test, index number should work in a circular fashion. If the index number is calculated for the period 1 with base 0 and then index number for the period 2 with base 1, then index number for period 3 with base 2 ആൻഡ് കണ്ടിന്യൂ. അതായത് ഇത് ടൈം റിവേഴ്സൽ ടെസ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇവിടെ ടൈമാണ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോ വർഷത്തെയും പുതിയ ടൈം നമ്മൾ എടുക്കുമ്പോൾ തൊട്ട് മുമ്പത്തെ പീരീഡ് ഏതായിരുന്നു അത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കും. അതാണ് സർക്കുലർ ടെസ്റ്റ്. അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുക P01, അതായത് ബേസ് ഇയർ 0 ആണ്, കറണ്ട് ഇയർ 1 ആയി. നെക്സ്റ്റ് പ്രൈസ് വരുമ്പോൾ ബേസ് ഇയർ 1 ആവും, കറണ്ട് ഇയർ 2 ആയിരിക്കും. അങ്ങനെ ഇത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ P01 ഇൻറ്റു P12 ഇൻറ്റു P23 ഇൻറ്റു അങ്ങനെ എത്ര ഇയേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട് അത്രയും നമ്പറിൻ്റെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1. Next, commodity reversal test. This test requires that index number must remain the same, whatever be the order by which quantities are shown. That is, the order of commodities in the data must not influence the value of index number. All index number must satisfy this test. അതായത് ഇൻഡെക്സ് നമ്പർ സെയിം ആയിരിക്കണം. ഏത് ഓർഡറിലാണ് നമ്മൾ ക്വാണ്ടിറ്റി യൂസ് ചെയ്യണമെങ്കിലും ഇൻഡെക്സ് നമ്പർ സെയിം ആയിരിക്കും എന്നാണ് പറയണത്. ആ ഓർഡർ ഓഫ് കമോഡിറ്റീസ് മസ്റ്റ് നോട്ട് ഇൻഫ്ലുവൻസ് ദി വാല്യൂ ഓഫ് ഇൻഡെക്സ് അല്ലേ. ഏത് ഓർഡറിലാണ് നമ്മൾ കമോഡിറ്റി ABCD ഉപയോഗിക്കണമെങ്കിലും ഏത് ഓർഡർ തന്നെയാണെങ്കിലും അത് ഇൻഡെക്സ് നമ്പറിനെ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യരുതെന്നാണ് കമോഡിറ്റി റിവേഴ്സൽ ടെസ്റ്റ് പറയണത്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ. അതായത് ഫിഷറിൻ്റെ ഇൻഡെക്സ് നമ്പർ നമ്മൾ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയും. എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? ഒരു ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ഷുഡ് ബി ബേസ്ഡ് ഓൺ ബേസ് ഇയർ ആൻഡ് കറണ്ട് ഇയർ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. നമുക്കറിയാം ഫിഷറിൻ്റെ ഇൻഡെക്സ് നമ്പർ എടുക്കുമ്പോൾ നമ്മൾ ബേസ് ഇയർത്തെയും കറണ്ട് ഇയർത്തെയും പ്രൈസും ക്വാണ്ടിറ്റി എല്ലാം എടുക്കും. അപ്പോൾ എല്ലാം കൺസിഡർ ചെയ്യണതായിരിക്കണം ഒരു നല്ല ഇൻഡെക്സ് നമ്പർ. ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദി ടൈം റിവേഴ്സൽ ടെസ്റ്റ് ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ടൈം റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യണം, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യണം. ദ ആവറേജ് യു ഷുഡ് ബി ജോമെട്രിക് മീൻ ഓർ ദി മോസ്റ്റ് സ്യൂട്ടബിൾ ആവറേജ്. അതായത് എപ്പോഴും ജോമെട്രിക് മീനാണ് ഏറ്റവും നല്ല ആവറേജ്. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ് ബയാസ്. നമുക്കറിയാം ലാസ്പിയറിൻ്റെയും പാഷയുടെ ഒക്കെ ഇൻഡെക്സ് നമ്പർ പോലെ ഡൗൺവേർഡ് ബയാസോ അപ്വേർഡ് ബയാസോ ഉണ്ടാവാൻ പാടില്ല. ഫിഷറിൻ്റെ ഇൻഡെക്സ് നമ്പറിന് ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയണത്. അടുത്തത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഓർ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ് ഓർ റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ്. അപ്പോൾ എന്താ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് നോക്കാം. The consumer price index numbers are generally intended to represent the average change over time in prices paid by the ultimate consumer of a specified basket of goods and services. അതായത് കസ്റ്റമേഴ്സ് അവർക്ക് താല്പര്യമുള്ള ഗുഡ്സ് വാങ്ങിക്കും അല്ലേ. അപ്പോൾ ആ വാങ്ങിക്കുന്ന ഗുഡ്സിൽ ഉള്ള പ്രൈസിൻ്റെ ചേഞ്ചിനെയാണ് അത് മെഷർ ചെയ്യാൻ ആണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നത്. ദേ മെഷർ ചേഞ്ച് ഇൻ ദി കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് എ സെർട്ടൺ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഫ്രം ടൈം ടു ടൈം. അതായത് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓരോ കാലഘട്ടത്തിലും എത്ര രൂപ വേണം, എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ് ഇത് മെഷർ ചെയ്യുന്നത്. ദേ ഇൻഡിക്കേറ്റ് ദി എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസസ് ഓൺ ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഈ ഗുഡ്സിൻ്റെ പ്രൈസ് മാറുമ്പോൾ എന്ത് എഫക്റ്റാണ് അവർക്ക് ഉണ്ടാവുന്നത് അതാണ് ഇതിൽ മെഷർ ചെയ്യുക. എ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് പ്രൈസ് എഫക്ട് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് മാനർ അല്ലേ. ഓരോ ഗുഡ്സിൻ്റെയും പ്രൈസ് മാറുമ്പോൾ പല ആൾക്കാരിനും ഇത് പല രീതിയിലാണ് ഇത് ബാധിക്കുക. അപ്പോൾ പെട്രോളിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്, അതനുസരിച്ച് ഗുഡ്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് കൂടുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിലും കൂടി കുറച്ചും കൂടി മെച്ചമായിട്ടുള്ള ജോലിക്ക് ശമ്പളമുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലിയുള്ള ആളുണ്ടാവാം. അത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ജീവനക്കാരുണ്ടാവും. അത് കഴിഞ്ഞ് ഒരുപാട് കാശുണ്ടാവുന്ന പ്രൊഫഷണൽസ് ഉണ്ടാവും, ബിസിനസ്സുകാരുണ്ടാവും. പല ആൾക്കാരിനെയും പല രീതിയിലാണ് ഈ പ്രൈസിൻ്റെ ചേഞ്ച്
എഫക്റ്റ് ചെയ്യുക. ഡിഫറെൻറ്റ് പീപ്പിൾ കൺസ്യൂം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മോഡിറ്റി ആൻഡ് ഈവൻ ദ സെയിം ടൈപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആർ നോട്ട് കൺസ്യൂംഡ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ ബൈ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് പീപ്പിൾ. പല ആൾക്കാരും പല ടൈപ്പ് പ്രൊഡക്റ്റാണ് വാങ്ങിച്ച് കൺസ്യൂം ചെയ്യുക. ഇനി അവരുടെ കൺസംഷൻ പാറ്റേൺ തന്നെ എന്തായിരിക്കും, ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് പീപ്പിളിൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. കൺസംഷൻ പാറ്റേൺ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ദാറ്റ് ഓഫ് വർക്കേഴ്സ് വെരി വൈഡ്ലി, അല്ലേ? ഒരു ടീച്ചർ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ വാങ്ങിക്കുന്ന സാധനങ്ങളായിരിക്കില്ല, ആ കൺസംഷൻ പാറ്റേൺ ആയിരിക്കില്ല സാധാരണ ഒരു തൊഴിലാളിയുടെ വീട്ടിലുണ്ടാവുക. ദ കൺസംഷൻ പാറ്റേൺ ഓഫ് സെയിം ക്ലാസ് ഓഫ് പീപ്പിൾ വാരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഇനി സെയിം ക്ലാസ് ഓഫ് പീപ്പിൾ ആണെങ്കിലും പല സ്ഥലങ്ങളിൽ ഒരേ ആൾക്ക് വീട്ടിലത്തെയും കൺസംഷൻ പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും. ദ മോഡ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ടീച്ചേഴ്സ് ഓഫ് ഇൻ ട്രിവാൻഡ്രം ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ബാംഗ്ലൂർ, അല്ലേ? ബാംഗ്ലൂരിലൊരു ടീച്ചറും തിരുവനന്തപുരത്തുള്ള ടീച്ചറുടെയും വീട്ടിലത്തെ കൺസംഷൻ പാറ്റേൺ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ദ കൺസംഷൻ പാറ്റേൺ ഓഫ് ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്സ് ഇൻ റൂറൽ ആൻഡ് അർബൻ കേരള വേരി വെരി മച്ച്, അല്ലേ? പല ഇൻകം ഗ്രൂപ്പ് ഉണ്ട്, റൂറൽ ഏരിയയിലുണ്ട്, അർബൻ ഏരിയയിലുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലെ ആൾക്കാരുടെയും ഭക്ഷണ രീതിയും കൺസംഷൻ പാറ്റേണും ഡിഫറെൻ്റ് ആണ്. The relative importance of various commodities thus in different is different in case of different types of people. അതായത് ചുരുക്കം പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരുടെയും പല കൺസംഷൻ പാറ്റേൺ ആണ്. The consumer price index numbers helps us in determining the effect of rise and fall of prices in different class of consumers live in different area. അപ്പം നമ്മളതിനെ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ നമ്മളെ സഹായിക്കും എത്രത്തോളം താഴ്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ട് ഓരോ പല ആൾക്കാരിലും അവർ ഗുഡ്സ് വാങ്ങിക്കുന്നതിൻ്റെ അവരുടെ കൺസംഷൻ്റെ. ഇൻ ഓർഡർ ടു മെഷർ ദ എഫക്റ്റ് ഓഫ് റൈസ് ആൻഡ് ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് വേരിയസ് കമ്മോഡിറ്റീസ് on the cost of living of different class of people, separate index numbers are constructed for different groups of people. അപ്പോൾ പല ആൾക്കാർക്കും പല തരത്തിലുള്ള ഇൻഡെക്സ് നമ്പറാണ് നമ്മൾ ഉണ്ടാക്കാറ്. അടുത്തത് സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ്. അത് ഇനി അതായത് സ്റ്റെപ്സ് അയക്കാം അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രോബ്ലംസ് രണ്ട് ചോദിച്ചാലും നിങ്ങൾ ഇതേ സെയിം ഹെഡിങ് എഴുതിയാൽ മതി. ആദ്യം ഡിസിഷൻ അബൌട്ട് class of people, scope, area. A decision about class of people for whom index is meant is to be taken since index numbers for teachers and workers are ഡിഫറെൻ്റ്ലി കൺസ്ട്രക്റ്റഡ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏത് ക്ലാസ് ഓഫ് ആൾക്കാർക്കാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കുന്നത്. ഞാനൊരു പ്രൊഫഷണലിൻ്റെ ഇൻഡെക്സ് നമ്പറാണോ ഉണ്ടാക്കുന്നത്, ഒരു ടീച്ചർക്ക് ഉള്ളതാണോ, ഒരു വർക്കറിനുള്ളതാണോ, ഒരു ലേബറിനുള്ളതാണോ ഞാൻ ആദ്യം തീരുമാനിക്കണം. സ്കോപ്പ് ഓഫ് ഇൻഡെക്സ് നമ്പർ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. അതുപോലെ എ ഡിസിഷൻ ഇസ് ടു ബി ടേക്കൺ അബൌട്ട് ദി ജോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡ്. എത്ര ഏരിയ കവർ ചെയ്യണം അതും തീരുമാനിക്കണം. ഓക്കെ, ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സ്കൂൾ ടീച്ചറാണോ, ഹൈസ്കൂൾ ടീച്ചറാണോ, ഏത് സിറ്റിയാണ്, ഏത് ഡിസ്ട്രിക്റ്റാണ്, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ ഡിസിഷൻ അബൌട്ട് ഐറ്റംസ് ടു ബി സെലക്റ്റഡ്. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല, ഒരേ റേഷ്യോയിലായിരിക്കില്ല ഗുഡ്സ് വാങ്ങിക്കേണ്ടാവുക. ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൾക്കാരുടെ ഒരു സ്ഥലത്തു നിന്നും ഓരോ ഗ്രൂപ്പും ഡിഫറെൻ്റ് ആയിരിക്കും, അത് നമുക്കറിയണ കാര്യമാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു പർട്ടിക്കുലർ റീജിയനിലത്തെ അതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവർ യൂസ് ചെയ്യുന്ന എല്ലാ കമ്മോഡിറ്റീസും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പല പല സ്ഥലത്തെ ടീച്ചർമാരെടുത്ത് കഴിഞ്ഞാൽ അപ്പോഴും കൺസംഷൻ പാറ്റേൺ ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൺസംഷൻ പാറ്റേൺ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അടുത്തത് കണ്ടക്ടിങ് ഫാമിലി ബഡ്ജറ്റ് എൻക്വയറി. ദ ഒബ്ജക്റ്റ് ഓഫ് കണ്ടക്ടിങ് എ ഫാമിലി ബഡ്ജറ്റ് എൻക്വയറി ഈസ് ടു ഡിറ്റർമിൻ ഹൗ മച്ച് ആൻ ആവറേജ് ഫാമിലി ഓഫ് ദി ഗ്രൂപ്പ് സ്പെൻഡ് ഓൺ ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് കൺസംഷൻ. അതായത് ഈ ഫാമിലി ബഡ്ജറ്റ് എൻക്വയറി എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ഫാമിലി എത്ര രൂപയാണ് ഓരോ സാധനം വാങ്ങിക്കാൻ ചിലവാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഈ എൻക്വയറി ഉണ്ടാക്കുമ്പോൾ ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റീസ് കൺസ്യൂംഡ്, അതിൻ്റെ പ്രൈസ്, ഇതൊക്കെ നമ്മൾ കണക്കാക്കണം. കൺസംഷൻ പാറ്റേൺ, അപ്പോൾ അവർ എത്രത്തോളം കാശ് ചിലവാക്കേണ്ട ഓരോ ഐറ്റംസ് മേടിക്കാൻ നമുക്ക് മനസ്സിലായിരിക്കും, അല്ലേ? ഈ എൻക്വയറി ഒരു റാൻഡം ബേസിസിലാണ് ഉണ്ടാക്കുക. ഓക്കെ, എല്ലാവരെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്നിട്ട് അവർ ഫുഡിന് എത്ര രൂപ, ക്ലോത്തിന്, ഫ്യൂവൽ, ലൈറ്റിംഗ്, ഹൗസ് റെൻറ്റ്, പല പല കാര്യങ്ങൾക്ക് എത്ര രൂപ ചിലവാക്കും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ ഗ്രൂപ്പിനൊക്കെ വീണ്ടും ഫർദർ സബ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. ദ ഗ്രൂപ്പ് ഫുഡ് മേ ബി ഡിവൈഡഡ് ഇൻ ടു റൈസ്, പൾസസ്, ഓയിൽ, ഷുഗർ. അതെ, എന്നിട്ട് ഫുഡ് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് അത് വീണ്ടും തരംതിരിക്കണം. ദ കമ്മോഡിറ്റീസ് വിച്ച് ആർ ജനറലി കൺസ്യൂംഡ് ബൈ പീപ്പിൾ ഫോർ ഹും ഇൻഡെക്സ് ഇസ് കൺസ്ട്രക്റ്റഡ് ആർ ഇൻക്ലൂഡഡ്.
നമ്മൾ ഉണ്ടാക്കാൻ പോണ ഇൻഡെക്സിൽ ഏത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചാൽ അവർ ഏതൊക്കെ ഗുഡ്സാണ് വാങ്ങിക്കുന്നത് അതാണ് നമ്മൾ സാധാരണ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദ കമോഡിറ്റീസ് ഹൂസ് ക്വാളിറ്റി വാരി വൈഡ്ലി ആൻഡ് ഹൂസ് പ്രൈസ് കൊട്ടേഷൻസ് കെ നോട്ട് ബി റെഗുലർലി ഒബ്റ്റെയിൻ ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ്. അതായത് ചില കമോഡിറ്റീസ് വളരെയധികം വ്യത്യാസം, റേഞ്ച് ഡിഫറൻസ് ഉണ്ടാവും. ചില ആൾക്കാർ 2 കിലോ മേടിച്ചാൽ മറ്റേ ആൾക്കാർ 10 കിലോ മേടിക്കും. അങ്ങനത്തെ ഐറ്റംസ് എടുത്തിട്ടും കാര്യമില്ല. അതുപോലെ ഇതിൻ്റെ പ്രൈസൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ഒരു നിവൃത്തിയില്ല വിചാരിക്കും. പ്രൈസ് കൊട്ടേഷൻസ് ഒന്നും മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസും എപ്പോഴും എക്സ്ക്ലൂഡ് ചെയ്യാണ് നല്ലത്. അടുത്തത് ഒബ്റ്റെയിനിങ് പ്രൈസ് കൊട്ടേഷൻ. ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ, പ്രൈസ് കൊട്ടേഷൻസ് ആർ ടു ബി studied from the viewpoint of consumers. Consumers purchase commodities in small quantities from retail shop. The collection of retail price is very tedious and difficult task. അത് കഴിഞ്ഞാൽ പ്രൈസ് കൊട്ടേഷൻ എടുക്കണം. ഇവർ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളുടെയൊക്കെ വില എത്രയാണെന്ന് നമ്മൾ നിശ്ചയിക്കണം. അപ്പോൾ റീറ്റെയിൽ പ്രൈസിൽ ഷോപ്പിൽ പോയിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. റീറ്റെയിൽ പ്രൈസ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലവും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ പല പല ഷോപ്പുകളിലൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. As such, the index number constructed by the use of retail price cannot be used for different class of people at one place. Moreover, in the construction of such index number, it is not possible to exclude such commodities which are not stable in quality but consumed by people usually. അപ്പോൾ നമുക്കറിയാം ഒരു സ്ഥലത്ത് തന്നെ പല പല കടയിൽ പല പല വിലയായിരിക്കും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഈ കൺസ്യൂമർ ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കുമ്പോൾ സെയിം ക്വാളിറ്റി എല്ലാ ആൾക്കാർ മേടിക്കണം എന്ന് വിചാരിക്കുക. ബട്ട് കൺസ്യൂം ബൈ പീപ്പിൾ യൂഷ്വലി. സെയിം ക്വാണ്ടിറ്റിയിലല്ല അവർ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ അത്ര സാധനം എക്സ്ക്ലൂഡ് ചെയ്താലും നമ്മുടെ ഇൻഡെക്സ് നമ്പറിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കൊട്ടേഷൻസ് കളക്ട് ചെയ്യുക. ഇവിടുന്ന് എല്ലാ ഷോപ്പിൽ നിന്നും കളക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആവറേജ് പ്രൈസ് ഫോർ ഈച്ച് ഓഫ് ദ ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻഡെക്സ് ഹാസ് ടു ബി വർക്ക്ഡ് ഔട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ആവറേജ് പ്രൈസ് എടുക്കുക. അപ്പോൾ ഒരു കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് എത്ര വില വ്യത്യാസം ഉണ്ടെന്ന്. എന്നിട്ട് അതിൻ്റെ ഒരു ആവറേജ് പ്രൈസ് എടുത്താൽ മതി. സച്ച് ആവറേജസ് ആർ ഫസ്റ്റ് കാൽക്കുലേറ്റഡ് ഫോർ ബേസ് ഇയർ ആൻഡ് ദെൻ ഫോർ കറണ്ട് ഇയർ. അങ്ങനെ ആവറേജ് ആദ്യം ബേസ് ഇയറിനും കണ്ടുപിടിക്കണം, അതിന് ശേഷം കറണ്ട് ഇയറിനും കണ്ടുപിടിക്കണം. ഇനി സെലക്ടിങ് ബേസ് പീരീഡും പ്രോപ്പർ വെയ്റ്റും. എ പീരീഡ് ഓഫ് കമ്പാരിറ്റീവ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഷുഡ് ബി സെലക്റ്റഡ് ആസ് ദ ബേസ് ഇയർ. അപ്പോൾ ബേസ് ഇയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു കമ്പാരിറ്റീവായിട്ട് സ്റ്റേബിൾ. ഞാൻ പറഞ്ഞു കൊറോണയൊക്കെ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് വില കൂടിയിട്ടുള്ള സമയമായിരിക്കും ഈ ഒരു കൊല്ലം. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ബേസ് ആയിട്ട് എടുക്കരുത്. പെട്ടെന്ന് ഒരു ഫ്ലഡ് വന്നിട്ട് എക്കോണമിയിൽ കുറേ ചേഞ്ചസ് ഉള്ള അങ്ങനത്തെ കൊല്ലമൊന്നും ബേസ് ഇയർ ആയിട്ട് എടുക്കരുത്. സാധാരണ ഒരു നോർമൽ വർഷമാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കേണ്ടത്. ദ റിലേറ്റീവ് importance of various items of different class of people is not in the same. അല്ലെ, ഓരോ ആൾക്കാരും ഓരോ ഐറ്റംസിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് സെയിം ആയിരിക്കില്ല. അപ്പോൾ വെയിറ്റ് കൊടുക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ എമൗണ്ട് സ്പെൻഡ് ഓൺ ഈച്ച് കമ്മോഡിറ്റി ബൈ ആൻ ആവറേജ് ഫാമിലി കോൺസ്റ്റിറ്റ്യൂട്ട് വെയിറ്റ് ഓഫ് ദോസ് കമ്മോഡിറ്റി. ഓരോ ഫാമിലിയും ഓരോ പ്രൊഡക്റ്റിനും എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട് നോക്കിയിട്ടാണ് നമ്മൾ വെയിറ്റ് നിശ്ചയിക്കുക. ദെൻ സെലക്ട് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ഇൻഡെക്സ്. ഇതൊക്കെ തീരുമാനിച്ചതിന് ശേഷം നമ്മൾ ഇൻഡെക്സ് നമ്പർ തീരുമാനിക്കുക. ആഫ്റ്റർ ഡിറ്റർമിനിങ് വെയിറ്റ് ആൻഡ് കളക്ടിങ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് മേ ബി കൺസ്ട്രക്റ്റഡ് ബൈ അപ്ലൈയിങ് എനി ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്ര പ്രൊഡക്റ്റ് അതിൻ്റെ പ്രൈസൊക്കെ തീരുമാനിച്ച് ബേസ് ഇയറിൽ ഇത്ര പ്രൈസ് ആയിരിക്കും ഓൺ ആൻ ആവറേജ്, കറണ്ട് ഇയറിൽ എത്ര പ്രൈസ് ആവുന്നൊക്കെ തീരുമാനിച്ചു, വെയിറ്റ് എത്ര കൊടുക്കുന്നതൊക്കെ തീരുമാനിച്ചു. ഇനി അവസാനം നമ്മൾ വേണ്ടത് അത് ഈ മെത്തേഡ് വെച്ചിട്ട് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമുക്ക് എഗ്രിഗേറ്റീവ് എക്സ്പെൻഡിച്ചർ മെത്തേഡും ഉണ്ട്, ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ആവറേജ് റിലേറ്റീവ്സ്. വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് ആണെങ്കിൽ സിഗ്മ P1Q0 ബൈ സിഗ്മ P0Q0 ഇൻറ്റു 100 ആണ്. ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ IV ബൈ സിഗ്മ V. അപ്പോൾ ഇന്ന് ഇത്രയും തിയറി പഠിക്കുക. ടെക്സ്റ്റ് ബുക്കൊക്കെ മേടിച്ചിട്ടുള്ള കുട്ടികൾ വീണ്ടും ഇത് നോട്ടിൽ എഴുതൊന്നും വേണ്ട, ടെക്സ്റ്റ് നോക്കിയിട്ട് പഠിച്ചാൽ മതി.